നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ദിവസം നമ്മുടെ 24 ചാനലിനകത്ത് ഒരു കിഡിലൻ ഡിബേറ്റ് നടന്നു. ഈ കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള രാജു പി നായരെ നിങ്ങൾക്കറിയാലോ. ഉരുളക്കുപ്പേരി പോലെയാണ് മറുപടി കൊടുക്കുന്നത്. പ്രത്യേകിച്ച് സംഖ്യകളെ കൈ കിട്ടിയ പുള്ളി പിന്നെ തലങ്ങും വിലങ്ങും എടുത്തിട്ട് അങ്ങ് മർദ്ദിക്കും. ഈ ഗുരുമൂർത്തി സ്വാഗർ എന്ന് പറയുന്ന ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു ചാണക വേട്ടാവളിയനുണ്ട്. പല ചാനലിലും വന്നിരുന്നിട്ട് ഞാനെന്തോ വലിയ ബുദ്ധിമാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചർച്ചയ്ക്ക് വരുന്നത്. പക്ഷേ പല സ്ഥലത്തുനിന്നും അടിയും ഇടിയും തൊഴിയും കൊണ്ട് ഓടാറാണ് പതിവ്. കഴിഞ്ഞ ദിവസം ഈ നന്ദഗോപൻ ഭജൻസ് ഒരു ഗാനം ആലപിച്ചായിരുന്നല്ലോ ഒരു ക്ഷേത്രത്തിൽ. അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഹിന്ദു ദേവാലയങ്ങളിൽ മറ്റു മതസ്ഥരുടെ പാട്ടുകളൊന്നും പാടാൻ പാടില്ല. ഈ നന്ദഗോപൻ ഭജൻസ് ഈ പ്രോഗ്രാം നടത്തുമ്പോൾ ആ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ ക്രൈസ്തവ ദേവാലയത്തിലാണ് അവിടെ വന്നിട്ടുള്ള ആളുകളുടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം, മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് അവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൂചകമായിട്ടാണ് ഒരു ക്രിസ്തീയ ഭക്തി ഗാനം ആലപിച്ചത്. സത്യത്തിൽ ആ ഒരു ഗാനം കേൾക്കുമ്പോൾ നമുക്കത് ക്രിസ്തീയ ഗാനമാണെന്നൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. അത്രയും മനോഹരമായിട്ടാണ് അവരത് ആലപിച്ചത്. അവരുടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതായത് സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങളിലും എല്ലാ ഇടത്തും വർഗീയത കുത്തിത്തിരികുന്ന ഈ വിഷകലയെ പോലട്ടുള്ള വിഷജന്തുവും ആർബി വാവുനെ പോലട്ടുള്ള വേട്ടാവളിയന്മാരെല്ലാം കൂടെ ഈ സമൂഹത്തിലെ ഹൈന്ദവ സഹോദരങ്ങളുടെ മനസ്സിലേക്ക് പച്ചയ്ക്ക് വർഗീയത കുത്തിയിറക്കുമ്പോൾ അതേ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ വന്നിട്ട് മറുപടി കൊടുക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമാണ്. കാരണം നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് വർഗീയതയായി പോവും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ സുഡാപ്പിയാക്കും, നമ്മളെ മറ്റേ രാജ്യദ്രോഹിയാക്കും, നമ്മൾ മറ്റേ പാകിസ്ഥാനി ജയ് വിളിക്കുന്നവനാക്കും. ഇതാണ് ഇവരുടെ ഒരു എന്താ പറയുക, ഒരു സ്ഥിരം പല്ലവി. സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഈ സിന്ദൂർ ഓപ്പറേഷൻ ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഈ സംഘപരിവാറിൻ്റെ നാറികളെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി പിടിച്ചത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ രണ്ടുപേരെ പിടിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? അതിനെക്കുറിച്ചിട്ട് നമ്മുടെ ചലഞ്ച് ചാനലിൻ്റെ അകത്തൊന്നും ഒരു ചർച്ചയില്ലായിരുന്നു. കാരണം പിടിക്കപ്പെട്ടത് രണ്ടും സംഘികളായതുകൊണ്ടാണ് ചർച്ച ചെയ്യാഞ്ഞത്. അത് മുസ്ലിം നാമധാരികളായിരുന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച അങ്ങോട്ട് ഓടിക്കാനായിട്ടുള്ള സംഭവങ്ങൾ കിട്ടിയേനെ. എന്തായാലും ഈ 24-നകത്ത് നമ്മുടെ ഹാഷ്മി ഉണ്ടല്ലോ, ഹാഷ്മി ഈ ഗുരുമൂർത്തി സ്വാഗറിന് ഒരു ഭക്തിഗാനം കേൾപ്പിക്കുന്നുണ്ട്. അതും ഒരു മുസ്ലിം ഭക്തിഗാനം. ഈ നന്ദഗോപൻ ഭജൻസ് പാടുന്ന ജാതിയും മതമൊന്നും അല്ലടോ, കുറച്ച് നാൾ ഈ ഭൂമി ജീവിച്ച് എല്ലാവരും അങ്ങ് മരിച്ചു പോകും. ആ മരിച്ചു പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരെണ്ണം വേണ്ടേ നന്മയായിട്ട് കൊണ്ടുപോകാൻ? ഈ ചാണകങ്ങൾക്ക് നന്മയായിട്ട് കൊണ്ടുപോകാനൊന്നുമില്ല. പകരം അവർ ഈ നാട്ടിൽ വർഗീയതയുടെ വിത്ത് വാങ്ങിയിട്ടാണ് ഈ കുഴിയിലേക്ക് കാലുനൂട്ടിയിരിക്കുന്ന ഈ നാറികളെല്ലാം കൂടെ പോകാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. രാജു പിന്നാലേക്ക് എത്തും മുമ്പ് കോപ്പിറൈറ്റ് പ്രശ്നം ഉള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റും, ഒരു പാട്ട് കേൾപ്പിക്കാം. പരമ്പരാഗത അറബിക് സംഗീതവും സമന്വയിച്ചാൽ എങ്ങനെ ഉണ്ടാകും? നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് അതാണ്. രാജു പി നായർ, ഇത് നന്ദഗോവിന്ദൻ ഭജൻസ് അറബിക്ക് പരമ്പരാഗത സംഗീതവുമായി അവരുടെ പരമ്പരാഗത ഭജൻ ഫ്യൂഷൻ പാടുന്നതാണ്. ഇതൊന്നും ശശികല ടീച്ചർ കേൾക്കണ്ട. രാജു പി നായർ, ഞാനത് പറയാനിരിക്കരുത്, ഇപ്പൊ നിങ്ങളത് കാണിച്ചു തന്നായി. ശരി, പോട്ടെ. അത് ഹാഷ്മി, എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനെ ഒന്നും എന്താ പറയാ, ഈ സഫിക്സും പ്രീഫിക്സും കണ്ടീഷണാലിറ്റി ഒന്നും കൊണ്ടുവരരുത്. അമ്പലത്തിന് പുറത്തായിരുന്നു, പള്ളിയുടെ എന്ത് അമ്പലത്തിനകത്ത് ക്ഷേത്രത്തിനകത്ത് പാടി ആർക്കവിടെ എന്താ ചെയ്തം? അവിടെ ഇരുന്ന മനുഷ്യരെ ആവശ്യപ്പെട്ട് ആ മനുഷ്യർക്ക് പ്രശ്നമില്ലാതെ അവിടെ നിന്ന് പാടി കൊടുത്ത് നാട് ഒരുമിച്ച് നിന്ന് ഒരു സംസ്കാരത്തെ ഒരുമിച്ച് പുൽകുന്നുണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ പുറത്തേക്ക് പോയി? ഇപ്പം ഈ പറയുന്ന ഈ വർഗീയ കോമരകൾക്ക് നമ്മൾ അവരുടെ ഒരു ശതമാനം പോലും വഴങ്ങേണ്ട കാര്യമില്ല. അമ്പലത്തിന്റെ അകത്ത് പാടി, അവിടെയുള്ളവർ ആവശ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് അവർ പാടി. എന്താ കുഴപ്പം? ആർക്കവിടെ കുഴപ്പം? എത്രയോ പള്ളികളുടെ മുറ്റത്താണ് നടക്കുന്നത്. ഞാൻ പള്ളുരുത്തിയിൽ അഴകിയാക അമ്പലത്തിന്റെ അവിടെ നിന്ന് 50 മീറ്റർ അപ്പുറം ഉള്ള വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്റെ കുട്ടിക്കാലത്തെല്ലാം അഴകിയാക അമ്പലത്തിലെ ഗാനമേളകളിൽ എത്രയോ ക്രിസ്തീയ ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്, എത്രയോ സിനിമാ ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. ആർക്കിവിടെ എന്ത് ചെയ്തുകൊണ്ടായിട്ടുണ്ട്? ഈ പറയുന്ന വിഷജന്തുക്കളെ ഒന്നും നോക്കിക്കൊണ്ട് നമ്മൾ അവരുടെ മേൽ കണ്ടീഷനൊന്നും കൊണ്ടുവരല്ലേ? അല്ലെങ്കിൽ അവരിങ്ങനെയാണ് അവരെ സേവ് ചെയ്യുന്ന ഒരു കണ്ടീഷനും ഇല്ല. ഒരു കണ്ടീഷൻ അൺകണ്ടീഷണലായിട്ട് കേരളത്തിൽ നിന്ന് അവർ മതങ്ങൾക്കപ്പുറം നിന്നുകൊണ്ട് സൗഹാർദ്ദം ഉണ്ടാക്കാൻ. ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള വിഷജന്തുക്കൾ ഈ രാജ്യത്തെ മുഴുവൻ പിടികൂടി വിഴുങ്ങാൻ നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷയാണ് നന്ദഗോപൻ. ഞാനിവരെ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നവരൊന്നുമല്ല.
ഞാൻ അത്രത്തിലൊന്നും വലിയ താല്പര്യം കാണിച്ചിരുന്നതല്ല. പക്ഷെ അവര് ഇന്ന് നമ്മുടെ പ്രതീക്ഷയാണ്. നമ്മുടെ ഒരു പുതിയ തലമുറ, ഒരു മനുഷ്യരെ മുഴുവൻ ഈ നാം മതസൗഹാർദ്ദത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. കാരണം ഇതാ നിങ്ങളുടെ ശത്രുക്കൾ ഇവരാണ് എന്ന് ജനങ്ങളോട് നമുക്ക് കാണിക്കാൻ കഴിയുന്ന കുറെ വിശകലമാരല്ല ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് രാഹുൽ അതിനകത്ത് ഒന്നും നോക്കണ്ട, ഇവരെ ഒന്നും നന്നാക്കി കൊണ്ടുവരാൻ പറ്റുന്ന അല്ല രാഹുലെ. ഇതൊന്നും നിഷ്കളങ്കമല്ല. ഇതൊന്നും ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് 2 IS ഭീകരന്മാരെ പിടികൂടി. രാജ്യത്തിനെതിരെ യുദ്ധം നടത്തുന്നതിന് വേണ്ടി, അവിടെ ബോംബ് ആക്രമണം നടത്തുന്നതിന് വേണ്ടി പിടികൂടിയതാ. ഒരു പ്രശ്നമില്ലല്ലോ ഗുരുമൂർത്തിക്ക് ഒരു പ്രശ്നമില്ല. കാരണം എന്തറിയോ, പിടിക്കപ്പെട്ട 2 ഹിന്ദുക്കളാ. ഗുരുമൂർത്തിക്ക് ഒരു പ്രശ്നമില്ല. എങ്ങാനും ഒരു അബ്ദുള്ളയോ അല്ലെങ്കിൽ മനാഫോ ആയിരുന്നെങ്കിൽ ഗുരുമൂർത്തിയൊക്കെ ഉറഞ്ഞു തുള്ളിയാനല്ലോ, ഇല്ലേ? ഒരു പ്രശ്നമില്ല. ഇപ്പൊ പ്രദീപ് കുരുൾക്കർ RSSന്റെ വേദിയിൽ പോയി സംസാരിക്കുന്ന, RSSന് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തതിനും പിടിക്കപ്പെട്ടത്. ഒരു പ്രശ്നമില്ലല്ലോ, ഇല്ലേ? ദേവേന്ദ്ര ശർമ്മ പുൽവാമ ആക്രമണത്തിൽ അവിടുത്തെ ഭീകരർ താമസിച്ച അയാളുടെ വീട്ടില ദേവേന്ദ്ര ശർമ്മ, ഇല്ലേ? 92 ബോംബെ ആക്രമണത്തിൽ പിടിക്കപ്പെട്ട കസ്റ്റംസുകാരെല്ലാം ഹിന്ദുക്കളായിരുന്നു. നമ്മൾ ആരെങ്കിലും അവർ ഹിന്ദുക്കളാണ് ഇവരെ സംബന്ധിച്ച് ഇതെല്ലാം ഇവര് പറയുന്നത് കൊണ്ട് പറയുന്നത്. ഞാൻ പറയില്ലേ, ഇവര് ദേശീയതയെല്ലാം വലിയ ഹൈപ്പർ ദേശീയതയും അതെല്ലാം ഒരു മതവിഭാഗത്തിനെതിരായിട്ട് തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുമ്പോ യാഥാർത്ഥ്യങ്ങൾ ഇതല്ലേ ഹാഷ്മി? എന്താ ഗുരുമൂർത്തിക്ക് അഭിപ്രായം ഇല്ലാതിരുന്നത്? ഗുരുമൂർത്തിക്ക് പോസ്റ്റ് ഇല്ലല്ലോ. IS ഭീകരർ 2 ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ്, ഇല്ലേ, അല്ല 3-5 ദിവസം മുമ്പ് ഡൽഹിയിൽ പിടിച്ചപ്പോ പോസ്റ്റ് ഇല്ലല്ലോ, പ്രശ്നമില്ലല്ലോ, ഇല്ലേ? അതേസമയം ഏതെങ്കിലും ഒരു മുസ്ലിം പേരുകാരനാണെങ്കിൽ എന്ത് ചെയ്തേനെ? ഇവിടെ കുറ്റകൃത്യം ഉണ്ടാകുമ്പോൾ അതിനകത്തുള്ള പേര് നോക്കി നടക്കുന്നവരാണ് ഇവർ, ഇല്ലേ? അപ്പൊ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഈ നടത്തുന്നവരോടൊന്നും ഒരു രാഹുൽ ഈശ്വർ അങ്ങയുടെ വിമർശനമല്ല, അങ്ങയുടെ ഇത് ഞാൻ അതിന്റെ സ്പിരിറ്റ് എടുക്കുന്നു. പക്ഷേ ഇതൊന്നും നന്നാക്കാൻ കഴിയാവുന്നവരല്ല. ഇവരൊക്കെ ഈ നാടിന്റെ ശത്രുക്കളാണ്. ഇത്ര വലിയ ശത്രുക്കൾ ഈ നാട്ടിൽ വേറെ ഉണ്ടായിട്ടില്ല. അത്ര വലിയ ശത്രുക്കളാണ്, കടും വിഷങ്ങളാണ്. ജനങ്ങളുടെ മനസ്സിൽ, പാവപ്പെട്ട ആൾക്കാരുടെ മനസ്സിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കി ഏറ്റവും നന്മയെ പോലും വക്രീകരിക്കാൻ നോക്കുന്ന കടും വിഷങ്ങളാണ്. ഇവരെ ഒന്നും നന്നാക്കാൻ കഴിയില്ല. നമ്മുടെ രാജു പി നായർ ഈ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോഴത്തേക്ക് തൊട്ടപ്പുറത്തിരുന്നുകൊണ്ട് ഈ ചാണകത്തലയനായിട്ടുള്ള ഈ ഗുരുമൂർത്തി എന്ന് പറയുന്നവൻ പൊട്ടന് മറ്റേ തേങ്ങാപ്പൂള് കാണുമ്പോഴത്തേക്ക് ചിരിക്കുന്ന കണക്ക് ഇരുന്നുകൊണ്ട് ഇളിക്കുന്നതാണ്ടാ നിങ്ങൾ. ഇതാണ് ഒരു സംഖ്യയുടെ മിനിമം ക്വാളിറ്റി എന്നുള്ളത്. ഇവനെന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞാണ് ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് കുരയ്ക്കുന്നത് ഈ സംഖ്യകൾക്ക് വേണ്ടി. ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പിടിക്കപ്പെട്ടത് രാജ്യത്തിൻ്റെ അതീവ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തിട്ടുള്ള തീവ്രവാദികളെയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ ഈ കർമ്മ കക്കൂസോ അല്ലെങ്കിൽ ഈ മലൻ TV പോലുള്ള സാധനത്തിനകത്തൊന്നും ദൈവന്മാരെ പോലുള്ള ഒരുത്തനെ നമ്മൾ കണ്ടില്ല, ഒരു ചർച്ചയും ഇല്ലായിരുന്നു അതിനകത്ത്. അതൊക്കെ അങ്ങ് മൂടി. ഇതാണ് നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ സവർക്കറിൻ്റെ ആ പാരമ്പര്യമാണല്ലോ ഇവന്മാർ. അന്ന് ഷൂനക്കി ജീവിച്ചു, ഇന്ന് ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാന് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നു. എന്നിട്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്ത് ജനിച്ചു വളർന്നിട്ടുള്ള മുസൽമാൻ്റെ അസ്തിത്വത്തിൽ വന്ന് ചൊറിയാനായിട്ട് ഇവനൊക്കെ ആരാണ്, അല്ലെങ്കിൽ ഇവനൊക്കെ എന്ത് ക്വാളിറ്റി ഉണ്ട് ഇതൊക്കെ വന്ന് പറയാൻ. എന്തായാലും ഒരു ഹൈന്ദവനായിട്ടുള്ള രാജു പി നായർ തന്നെ കൃത്യമായിട്ട് അവനെ ഇരുത്തി അവൻ്റെ അണ്ണാക്കി തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇവരെ പോലുള്ള ആളുകളാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.